മാങ്കൂട്ടത്തിലിന്റെ ഇരകൾ ആരൊക്കെ എന്നാണ് ഇപ്പോൾ കേരളം വട്ടമിട്ട് അന്വേഷിക്കുന്നത്. അവിടെ കോൺഗ്രസ് നേതാവിന്റെ പെൺമക്കൾ പോലും ഇരകളായി എന്ന തരത്തിൽ വാർത്തകൾ പരക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെയാകുമ്പോൾ ഇന്നലെയാണ് ഏതെങ്കിലും ഒരു ഇര മുഖ്യമന്ത്രിക്ക് നേരെ പരാതിയുമായി എത്തുന്നത്. എന്നാൽ ഇരയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, ഇന്നിപ്പോൾ ആരുടെയോ കയ്യിലെ ടൂളായി ഈ പെൺകുട്ടി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ 3 മാസങ്ങൾക്ക് മുൻപ് വന്ന പരാതിയിന്മേൽ സർക്കാർ നേരിട്ട് ഇടപെട്ട് മാങ്കൂട്ടത്തിലിനെതിരെ ക്രൈംബ്രാഞ്ചിനെ വിട്ട് അന്വേഷണത്തെ നടത്തിയപ്പോൾ ഒരു പരാതിക്കാരി പോലും ഉണ്ടായില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന സംഭവ വികാസങ്ങളിൽ മാനസികമായി തളർന്ന പെൺകുട്ടി ഈ തെരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരി കൊണ്ട് എല്ലാ രംഗങ്ങളും UDFന് അനുകൂലമായി മാറിയ അവസാന നിമിഷത്തിൽ നേരിട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയും പരാതി കൈമാറുകയുമായിരുന്നു. അത് ഒരു രാഷ്ട്രീയ കളി തന്നെയാണ്. കോൺഗ്രസിനെയും അതിശക്തമായി മുന്നേറുന്ന ടീം UDFനെയും തകർക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ഒരു ലക്ഷ്യം. എന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടി 24 മണിക്കൂർ കൊണ്ട് എടുത്ത ഒരു ഒന്നൊന്നര നടപടിയുണ്ട്. അതാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ. പക്ഷേ കഴിഞ്ഞ ദിവസം സുധാകരൻ അവൻ ഈ പാർട്ടിക്കുള്ളിലെയാണ്, നിരപരാധിയാണ് എന്നൊക്കെ മാങ്കൂട്ടത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അതും പരസ്യമായി തന്നെയാണ് ആ അഭിപ്രായത്തെ പറഞ്ഞത്. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉണ്ണിത്താൻ സുധാകരനെ വെട്ടുന്നത്. അതെല്ലാം കാലക്രമേണ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അത്തരം സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് മറക്കപ്പെട്ടിട്ടുണ്ട്, അത് പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അതും സ്വാഭാവികമായും അത് പോയി. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടു, എനിക്ക് അതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായം ഞാൻ അതിനകത്ത് നിൽക്കുകയാണ്. അവൻ നന്നാവണം, മാറണം, മനസ്സ് മാറണം, ജീവിതശൈലി മാറ്റണം. പക്ഷേ അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത്രയും നിലപാടിനൊപ്പം മറ്റു നേതാക്കൾ നിൽക്കാത്തതിൽ വിഷമമുണ്ടോ? എനിക്ക് വിഷമമൊന്നുമില്ല. ഓരോരാൾക്ക് ഓരോ കൺസെപ്റ്റാണ്. എനിക്ക് എൻ്റെ കൺസെപ്റ്റ്, അവർക്ക് അവരുടെ കൺസെപ്റ്റ്. ഓരോരാളെ തിങ്കിങ്ങും ആരും മനസ്സിലാക്കുന്നില്ല. അത് അവരോട് പോയി ചോദിക്കും. അത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ പറയാൻ? ഇദ്ദേഹത്തിന്റെ മനസ്സ് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അദ്ദേഹമല്ലേ പറയാൻ പറ്റുള്ളൂ. വേഗം കുത്തപ്പോയി പോയി ചോദിച്ചോ. പാർട്ടിയാണല്ലോ സസ്പെൻഷൻ തീരുമാനത്തിലേക്ക് എത്തിയത്. ഏത് സസ്പെൻഷനിലെത്തിന്? ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തത് പാർട്ടിയാണല്ലോ, കോൺഗ്രസ് ആണ്. അതെ ഞാൻ മീറ്റിംഗിലൊന്നും ഉണ്ടായിട്ടില്ല. ആ യോഗത്തിലൊന്നും ഞാൻ ഉൾപ്പെടെ എടുത്ത തീരുമാനം എന്നാണ് പറഞ്ഞത്. ആര്? നേരത്തെ ചെന്നിത്തല അടക്കം പറഞ്ഞത്. എനിക്കറിയില്ല. അത് ചെന്നിത്തല പറഞ്ഞൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല, ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. എനിക്ക് അത്രേ പറയാൻ പറ്റൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെ ചോദ്യമില്ല. നമസ്കാരം. പാർട്ടി നടപടി എടുത്തല്ലോ, ആ എടുത്ത നടപടി അംഗീകരിച്ച് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാനാണ് ചെയ്യേണ്ടത്. തയ്യാറായില്ലെങ്കിൽ കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയും. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഇര മുഖ്യമന്ത്രി എടുത്ത് പോയത് എന്തുകൊണ്ടാ? നിരന്തരമായി മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചു. എനിക്കെതിരെ പരാതിയില്ല, പരാതി വരട്ടെ, നോക്കാം, കാണാം. പരാതി വന്നാൽ പരാതിയെ നേരിടേണ്ടതിന് പകരം അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്ത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അനുകൂലിച്ചിട്ടില്ല. ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ അവരെ കോൺഗ്രസ്സായി കാണാൻ എനിക്കാവില്ല.